മലയാഴി തന്നിൽ അഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുഷ്യനു വേണ്ടി പറുദീസന്നതാം ശബ്ദം. കാൽവരിയിൽ തുടങ്ങിയ മൊഴികളായി ശ്രീധസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം.
രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. ശത്രുവെ ജയിച്ചിടാൻ, ഭക്തിയിൽ ജീവിച്ചിടാൻ ശക്തി ലഭിച്ചിടുമേ. നീയും തൃപ്തനായി തീർന്നിടുമേ. ശത്രുവെ ജയിച്ചിടാൻ, ഭക്തിയിൽ ജീവിച്ചിടാൻ ശക്തി ലഭിച്ചിടുമേ. നീയും തൃപ്തനായി തീർന്നിടുമേ. രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. കഷ്ടങ്ങൾ സഹിക്കുവാൻ, നഷ്ടങ്ങൾ വഹിക്കുവാൻ പ്രാപ്തനായി തീർന്നിടും നീ. ഏറെ രോഗിയായി തീർന്നിടും. കഷ്ടങ്ങൾ സഹിക്കുവാൻ, നഷ്ടങ്ങൾ വഹിക്കുവാൻ പ്രാപ്തനായി തീർന്നിടും നീ. രോഗിയായി തീർന്നിടും. രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. കൃത്യമായി തന്നരികിൽ നിത്യവും ചെന്നു തന്റെ തൃപ്പാദം പണിഞ്ഞിടുകിൽ ദൈവ രക്ഷ ചെയ്തിടുമെന്നും. കൃത്യമായി തന്നരികിൽ നിത്യവും ചെന്നു തന്റെ തൃപ്പാദം പണിഞ്ഞിടുകിൽ ദൈവം രക്ഷ ചെയ്തിടുമെന്നും. രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ കേൾവിക്കാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ ശാന്തസുന്ദരമായ ഒരു ദിവസം വീണ്ടും നമുക്ക് നമ്മുടെ കർത്താവ് നൽകി. ഇന്ന് ഈ സായന്തന സമയം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു തന്ന ഈ ശ്രേഷ്ഠമായ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം സംസാരിപ്പാനായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായം ചില വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളെയും ദൈവം തൻ്റെ അവകാശത്തിന് അവകാശികളായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അതായത് ഈ ദൈവവചനം കേൾക്കുന്ന സകല ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച സകല ദൈവമക്കളെയും വലിയവനായ ദൈവം സ്വർഗത്തിലെ അവകാശം നൽകി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ രക്തം അതിലൂടെയും അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആ സ്വർഗീയ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭ വാക്യത്തിൽ നാം വായിച്ചത് കീശിന്റെ മകനായ ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ശൗലിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വലിയ ചരിത്രം നമുക്ക് പ്രസംഗിക്കാനും കഥയായി പറയാനും അറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് ചോദിച്ചത് എന്നാണ്. ദൈവത്തോട് ചോദിച്ചത്. ശൗലിൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടൊന്ന് എടുത്തു നോക്കിയാൽ ശൗലിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ദൈവത്തോട് ചോദിച്ചത് എന്നല്ല, ദൈവത്തിൽ നിന്നും അകന്നുപോയത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് ചോദിച്ചത് എന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിൽ നിന്നും മാറിപ്പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ശൗലിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. വളരെ ധനികനായ, ധനാഢ്യനായ, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ബെന്യാമീൻ ഗോത്രത്തിലെ കീശ് എന്ന് പറയുന്ന മനുഷ്യന്റെ മകനായിരുന്നു. സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനമുണ്ടായിരുന്നു. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരെക്കാളും അല്പം ഉയരമുള്ളൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, അവിടെ വായിക്കുന്നുണ്ട്, അദ്ദേഹം കോമളനായിരുന്നു, സുന്ദരനായിരുന്നു. കഴിവും പ്രാപ്തിയും ബുദ്ധിയും വിവേകവും വിചാരവും ഒക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം വായിക്കുന്നത് ദൈവത്തോട് ചോദിച്ചത്, ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങപ്പെട്ടത്. വളരെ അനുഗ്രഹീതമായ ഒരു തുടക്കം ശൗലിന് ലഭിച്ചു. ഇവിടെ വായിക്കുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠ പ്രവാചകനായ ശമൂവേൽ അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയിട്ട് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്യാണ്. അവിടെ വായിക്കുന്നത് യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഓ, എത്ര വലിയൊരു സെന്റൻസ് ആണ്! എത്ര ശ്രേഷ്ഠമായൊരു പദമാണ്! എത്ര ആഴമേറിയൊരു സെന്റൻസാ! യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി. ഞാൻ ചോദിക്കട്ടെ, യഹോവയുടെ വലിയവനായി ദൈവത്തിന്റെ അവകാശം എന്താ? വലിയവനായി ദൈവത്തിന്റെ അവകാശം എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തെ ആസ്പദമാക്കി പറഞ്ഞാൽ, ഇസ്രായേലാണ് യഹോവയുടെ അവകാശം. എൻ്റെ അവകാശമായ ഇസ്രായേലിന് പ്രഭുവായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രഭു, രാജാവിനി മുതൽ നീയായിരിക്കും. നിനക്ക് ഇസ്രായേലിന്റെ മുമ്പിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഇസ്രായേലിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നതമായൊരു പദവി ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ അവകാശമാണ് എൻ്റെ ഇസ്രായേൽ ജനം. അവരെ ഏറ്റവും ഭംഗിയായി നീ ഭരിക്കണം. വലിയൊരു ഉത്തരവാദിത്വം ആ ശൗലിനെ ശമൂവേലിലൂടെ ദൈവം ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ വേദഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന അവകാശം എന്താ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം എന്താ? ദൈവത്തിന്റെ അവകാശമായ ഭൂമിയുടെ മേലോ മനുഷ്യരുടെ മേലോ എന്നുള്ളതല്ല, അതിലുമുപരി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്ന, നിറച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു പദവി. തീർന്നില്ല. കർത്താവ് മണവാളനെങ്കിൽ മണവാട്ടി സഭ എന്ന അവകാശ പദവി തീർന്നില്ല. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വലിയവനായി കർത്താവ് വഹിക്കുമ്പോൾ അതിന് താഴെ രണ്ടാമത്തെ സ്ഥാനത്തിരുന്ന് സ്വർഗത്തിലെ സകല മഹത്വം അനുഭവിക്കുവാനുള്ള അവകാശം തന്നിരിക്കുന്ന ശ്രേഷ്ഠ ജാതി എന്ന് പറയുന്നത് ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. ഇനി ഒരിക്കൽ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മയൊക്കെയും തൻ്റെ സന്നിധിയിൽ ചേർത്ത് ആ അവകാശ പദവിയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശൗലിനെ ശമൂവേൽ ദൈവാത്മാവിന്റെ നിറവിൽ അഭിഷേകം ചെയ്തപ്പോൾ ശൗലിനോട് പറഞ്ഞു, യഹോവ ദൈവത്തിന്റെ അവകാശമായി ഇസ്രായേൽ ജനത്തിന് പ്രഭുവായിട്ട് നിന്നെ നിയമിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് ഓർപ്പിക്കട്ടെ. ഒന്ന്, ഇനി മുതൽ നീ നിനക്കുള്ളവനല്ല. രണ്ട്,
ഇനി മുതൽ നിന്നെ കൺട്രോൾ ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത് വലിയവനായ ദൈവം മാത്രമായിരിക്കും. ഇനി മുതൽ നീ നിനക്കുള്ളവനല്ല. കാരണം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരുവനാണ് നീ. ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഒരുവനാണ് നീ. നീ നിന്റെ ഇഷ്ടത്തിന് ഇനി പ്രവർത്തിക്കാനായിട്ട് പാടില്ല. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിനു മുമ്പാകെ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളോടും, വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളോടും വലിയവനായി ദൈവം പറയുന്നത് ഇതാണ്: നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇനി മുതൽ നീ നിനക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല, നീ നിനക്ക് വേണ്ടി ജീവിക്കപ്പെടേണ്ടവനല്ല. നീ കർത്താവിന് വേണ്ടി, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി, കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്. നാം നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കുക, കർത്താവിൻ്റെ താല്പര്യങ്ങളെ പൂർത്തീകരിക്കുക, കർത്താവിൻ്റെ ആഗ്രഹങ്ങളെ നിവൃത്തീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ശൗലിൻ്റെ കർത്തവ്യം. രണ്ട്, നിന്നെ നിയന്ത്രിക്കേണ്ടുന്നത് ഇനി നീയല്ല, ലോകമല്ല, ജഡമല്ല, കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. രാജാവായി സമുന്നതമായ അധികാര പദവിയിലിരിക്കുമ്പോൾ പലവിധമായ ചിന്താഗതികളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നിനക്കുണ്ടാകാം. പലവിധമായ പ്രലോഭനങ്ങൾ നിനക്കുണ്ടാകാം. പലവിധമായ വഴിതെറ്റിപ്പോകാവുന്ന അവസരങ്ങൾ നിനക്കുണ്ടാകാം. അവിടെയെല്ലാം നീ നിയന്ത്രിക്കപ്പെടേണ്ടത് വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്, വലിയവനായ ദൈവത്തിലൂടെയാണ്. പ്രിയ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളോടും, വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളോടും വലിയവനായ ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ പറയുന്നത്: നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, നീ നിയന്ത്രിക്കപ്പെടേണ്ടത് നിന്റെ ഇഷ്ടപ്രകാരമല്ല. ഞാൻ നിയന്ത്രിക്കപ്പെടേണ്ടത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ഞാൻ നിയന്ത്രിക്കപ്പെടേണ്ടത്, ഞാൻ മുമ്പോട്ട് നയിക്കപ്പെടേണ്ടത് വലിയവനായ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്, ദൈവവചനത്തിലൂടെയാണ് ഞാൻ നിയന്ത്രിക്കപ്പെടേണ്ടത്. വചനം അതാണ് പറയുന്നത്. മുമ്പോട്ട് നടക്കുന്നു എന്ന് തോന്നിയാൽ ഞാൻ നടന്നു എന്നല്ല, മറിച്ച് എന്നെ ദൈവം നടക്കുമാറാക്കി, എന്നെ ദൈവം പ്രവർത്തിക്കുമാറാക്കി. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. രണ്ട് കാര്യങ്ങളാണ് ശൗലിനെ കുറിച്ച് ചിന്തിച്ചത്. ഒന്ന്, നീ സമ്പൂർണമായി കർത്താവിൻ്റേത് മാത്രമായിരിക്കണം, കർത്താവിനുള്ളതാണ് നീ, ഇനി നിനക്കുള്ളവനല്ല. രണ്ട്, നീ നിയന്ത്രിക്കപ്പെടേണ്ടത് ദൈവാത്മാവിനാലായിരിക്കണം, ദൈവത്താലായിരിക്കണം. എന്നാൽ ശൗലിന്റെ ജീവിത ചരിത്രത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെയൊക്കെ അദ്ദേഹം ജീവിച്ചുവെങ്കിലും ജീവിതത്തിന് മുമ്പോട്ട് പോകുമ്പോൾ ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും തെറ്റിച്ച് ശൗൽ ദൈവത്തിൽ നിന്നും കോപം പിടിച്ചു വാങ്ങിയ ഒരു മനുഷ്യനായിട്ട് മാറിപ്പോയി എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയായിരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് വരട്ടെ. ശൗൽ വളരെ സുന്ദരനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു, മഹാനായിരുന്നു, ശക്തിമാനായിരുന്നു, ധനാഢ്യനായിരുന്നു, എല്ലാമായിരുന്നുവെങ്കിലും ദൈവത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോയ ഒരു പ്രഥമ രാജാവായി അദ്ദേഹം മാറി. ഒന്ന്, രണ്ട് കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കും. ശൗലിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരാജയങ്ങൾ. ഒന്ന് ശമൂവേൽ 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, 1 ശമൂവേൽ 13-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ, അവിടെ ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ഗിൽഗാലിൽ ഒരു യാഗമർപ്പിക്കുകയാണ്. അതിന് യാഗമർപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട ശമൂവേലിനെ വിവരമറിയിച്ചു. പക്ഷേ അവിടെ വായിക്കുന്നത് 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ എത്തിയില്ല. അപ്പോൾ അവിടെ വായിക്കുന്നത്, ഈ യാഗമർപ്പിക്കേണ്ടുന്ന സാധന സാമഗ്രികളെല്ലാം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനെങ്കിൽ യാഗമർപ്പിക്കാം. എന്നാൽ അങ്ങനെ യാഗമർപ്പിച്ചു തുടങ്ങിയപ്പോൾ ശമൂവേൽ ഇതാ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. അവിടെ വായിക്കുന്നത്, നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അവൻ പറയുകയാണ്, അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്നെന്നെ ആക്രമിക്കും, ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറയും. അപ്പോൾ ശമൂവേൽ അവനോട് മറുപടി പറയുകയാണ്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. നോക്കുക, ഒന്നാമത്തെ ശൗലിന്റെ ജീവിതത്തിലെ വലിയൊരു പരാജയം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഓർപ്പിച്ചു, രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, നീ നിന്റേതല്ല ഇനി മുതൽ,
നീ നയിക്കപ്പെടേണ്ടത് നിന്റെ ഇഷ്ടപ്രകാരമല്ല, നിന്റെ താല്പര്യപ്രകാരമല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. പക്ഷെ ഇവിടെ ശൗൽ അത് തെറ്റിച്ചു. തൻ്റെ ഇഷ്ടപ്രകാരം അവൻ യാഗമർപ്പിക്കുന്നു. യാഗമർപ്പിക്കേണ്ടത് പുരോഹിതന്മാരാണ് എന്ന് വ്യക്തമായിട്ടറിയാം. പ്രവാചകനായ ശമൂവേൽ അവിടെ എത്തിയിട്ട് വേണം യാഗമർപ്പിക്കുവാൻ. എന്നാൽ അത് ചെയ്യാതെ തൻ്റെ സ്വന്തം ചിന്താഗതിയിൽ എനിക്ക് കഴിയുമെന്ന് ചിന്തിച്ച്, അതെന്താ എനിക്ക് കഴിഞ്ഞാൽ, അതെന്താ എനിക്ക് ചെയ്താൽ, ഞാനൊരു രാജാവല്ലേ, ജനത്തിൻ്റെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയല്ലേ, ഞാൻ ചെയ്യും. ആ കോപത്തോടും ദേഷ്യത്തോടും പിടിവാശിയോടും എടുത്തുചാട്ടത്തോടും ശൗൽ ആ യാഗമർപ്പിച്ചപ്പോൾ ശമൂവേൽ മടങ്ങി വന്നിട്ട് പറയാണ്, യഹോവ നിന്നോട് കൽപ്പിച്ച പ്രമാണം നീ പ്രമാണിച്ചില്ല. ഒന്നാമത്തെ വലിയ പരാജയം, ഒന്നാമത്തെ വലിയ വീഴ്ച. ഞാനിവിടെ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, എന്താണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്? ശൗലേ, നിനക്ക് അർഹമല്ലാത്തൊരു കാര്യം നീ ചെയ്തു. പക്ഷെ നിന്റെ ചിന്താഗതിയിൽ അത് ശരിയായിരുന്നു. നിന്റെ ചിന്താഗതിയിൽ നിനക്കത് ചെയ്യാമായിരുന്നു. നിന്റെ ചിന്താഗതിയിൽ അത് ഏറ്റവും നല്ലതായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ചിന്താഗതിയിൽ നീ ചെയ്തത് പരാജയമായിരുന്നു. നീ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പല കാര്യങ്ങൾ ഈ ലോകത്തിൽ നാം ചെയ്യും. കുഞ്ഞുങ്ങളോട്, കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായി, ജോലിയിലെ, വിദ്യാഭ്യാസത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ശാരീരികമായ കാര്യങ്ങളിൽ, ഒരുപാട് മേഖലകളിൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇഷ്ടപ്രകാരമാണോ ഞാനും നിങ്ങളും ചെയ്യുന്നത്, അതോ വലിയവനായ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ചിട്ടാണോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിനോട്, ഹൃദയത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, 100ൽ 100 കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടമാണോ, അതോ വലിയവനായ ദൈവത്തിന്റെ ഇഷ്ടമാണോ? ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോഴും അതെന്റെ ഇഷ്ടം അല്ല. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഈ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുക, ഞാൻ വെച്ചോട്ടെ, ഞാൻ ഈ ജോലിക്ക് പൊയ്ക്കോട്ടെ, ഞാൻ ഈ വാഹനത്തിൽ പൊയ്ക്കോട്ടെ, ഞാൻ ഈ കാര്യം ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെ പ്രതികരിച്ചോട്ടെ. കർത്താവിന്റെ അരുളപ്പാടില്ലാതെ നീ ഒരു വാക്കും ദൈവസന്നിധിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. ചെയ്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, നീ ചെയ്തത് ഭോഷത്വം, നീ ചെയ്തത് ഭോഷത്വം. അർഹമല്ലാത്ത യാഗം, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി. അയ്യോ, ഇന്നത്തെ തലമുറകളിലേക്ക് നിങ്ങൾ നോക്കുക, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക. ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നു. മാതാപിതാക്കൾ പൊടിക്കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. അനർഹമായ ജീവിത രീതി, വ്യഭിചാരങ്ങൾ, മ്ലേച്ഛതകൾ, മോഷണങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറി, വ്യഭിചാരകർമ്മങ്ങൾ, ഗർഭം ധരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. എന്തെല്ലാം സമൂഹത്തിൽ നടക്കുന്നു, എന്തെല്ലാം സമൂഹത്തിൽ നടക്കുന്നു. സ്നേഹിത, ഇത് ദൈവഹിതപ്രകാരമുള്ളതാണോ? അല്ല. ദൈവം ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് ദൈവം ബോധ്യപ്പെട്ടാൽ അടുത്ത നിമിഷം ദൈവം നിന്നോട് പറയും, നീ ചെയ്തത് ഭോഷത്വം. ദൈവം നിന്നെ ഈ സ്ഥാനത്തു നിന്ന് മാറ്റാനായിട്ട് പോകുകയാണ്. ചില വാക്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകട്ടെ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 23:18 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത്, എൻ്റെ യാഗമേധസ് ഉഷകാലം വരെ ഇരിക്കുകയും അരുത്. ഒരു പദം ഞാൻ അവിടുന്ന് ഓർപ്പിക്കട്ടെ, പുളിപ്പുള്ള യാഗം. അപ്പം ഉണ്ടാക്കുവാൻ മാവ് വെച്ചിട്ട് പുളിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ വായിക്കുന്നത്, ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാനായിട്ട് നീ വരുമ്പോൾ ആ യാഗം പുളിപ്പുള്ളതാകരുത്. അതെന്താ അർത്ഥം? അവിടെ പുളിപ്പ് പാപത്തെ കാണിക്കുക. കുറവുള്ള യാഗം നീ അർപ്പിക്കരുത്. നീ യാഗമർപ്പിക്കുമ്പോൾ കുറവുള്ള യാഗം ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത്. മലാക്കി പ്രവചനം 1-ാം അധ്യായം വായിക്കുമ്പോൾ, ഊനമുള്ളതിനെയും കണ്ണുപൊട്ടിയതിനെയും ചെവി കേൾക്കാൻ വയ്യാത്തതിനെയും മുടന്തുള്ളതിനെയും നീ ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത്. ദൈവം ചോദിക്കുന്നു, നീ അത് ദേശാധിപതിക്കെന്ന് കാഴ്ചവെക്കുക, അവൻ ഇഷ്ടപ്പെടുമോ? എന്നിട്ട് നീ അത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വിശുദ്ധമായി നീ യാഗമർപ്പിക്കുന്ന എന്തർത്ഥത്തിലാണ്? എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഊനങ്ങൾ? ചിന്തിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഊനം? പൊതുവെ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സഭായോഗങ്ങളിൽ പോകുക, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക, എല്ലാ കൺവെൻഷനുകളിലും പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കുന്നത് നീ അത് ചെയ്തോ, നീ അത് പോയോ എന്നല്ല, നീ അത് എങ്ങനെ ചെയ്തു,
എന്തർത്ഥത്തിൽ നീ അത് ചെയ്തു, ഏത് മനോഭാവത്തിൽ നീ പോയി എന്നുള്ളതാ. യോഗത്തിന് പോയിരുന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഉറങ്ങിയിട്ട് യോഗമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് മടങ്ങി വന്നാൽ അത് ഊനമുള്ളതല്ലേ? ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മൊബൈലും നോക്കിക്കൊണ്ടിരുന്നാൽ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മറ്റു ചില കലാപരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഊനമുള്ളതല്ലേ? അർഹമായ ഒരു യാഗമാണോ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്? കർത്താവിന്റെ മേശയോടുകൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ചിന്താഗതിയില്ലാതെ മറ്റെന്തൊക്കെയോ ചിന്തിച്ച്, മറ്റാരുടെയോ മുഖത്തോട്ട് നോക്കി, മറ്റാരെയോ കണ്ടുകൊണ്ട് മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അത് ഊനമുള്ളതല്ലേ? ഇത് മനുഷ്യരാരും കാണുകയില്ല, മനുഷ്യരാരും നിന്നെ ബോധ്യപ്പെടുത്തുകയില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് വരുന്നെങ്കിൽ അത് ഊനമുള്ളൊരു പ്രാർത്ഥനയല്ലേ? കർമ്മം കഴിക്കാൻ വചനം വായിക്കുന്നെങ്കിൽ അത് ഊനമുള്ള വായനയല്ലേ? ഒരു കാര്യം ഒരു വ്യക്തിക്ക് ദാനമായി കൊടുക്കുന്നെങ്കിൽ 10 പേരെ വിളിച്ചറിയിക്കുന്നെങ്കിൽ അത് ഊനമുള്ള ദാനമല്ലേ? ഉപവസിക്കുന്നെങ്കിൽ മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ നിങ്ങളത് പ്രഘോഷിക്കരുത്, ആരോടും പറയരുത്. മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കുക. നീ ഒരു ദാനം ചെയ്യുന്നെങ്കിൽ നിന്റെ വലം കൈ കൊടുത്താൽ ഇടം കൈ അറിയരുത്, ഇടം കൈ കൊടുത്താൽ വലം കൈ അറിയരുത്. അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്? പുറമേ നല്ല വസ്ത്രം ധരിച്ച് ചിരിച്ച് ഷേവ് ചെയ്ത് കുട്ടപ്പനായി ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തോത്രം പറഞ്ഞാൽ ദൈവം ആ ഊനതയെ മാറ്റിവെക്കുമോ? ഇല്ല. ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. ശൗലേ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തു എന്നുള്ളത് ശരിയാണ്. നീ ആരാണെന്നുള്ളത് ദൈവത്തിന് അറിയാം, ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന. പക്ഷേ നീ ആണെങ്കിൽ കൂടെ, നീ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും നിനക്കർഹമായത് മാത്രം ചെയ്യുവാനാണ് ദൈവം നിന്നെ പൊസിഷനിലാക്കിയത്. നിനക്കർഹമല്ലാത്ത ഒന്ന് ചെയ്താൽ അതെത്ര വലിയവനായാലും ദൈവം ന്യായം വിധിക്കുമെന്നുള്ളത് ശൗലിന്റെ ജീവിതത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുക. ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. സ്നേഹിത, താങ്കൾ സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം, എല്ലാ മേഖലയിലും ഉന്നതമായ സ്ഥാനമുള്ള വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ സഭാഹോള് പണിയിപ്പിച്ച വ്യക്തിയായിരിക്കാം, അവിടെ പല സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത വ്യക്തിയായിരിക്കാം, വളരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിലും ഊനമുള്ളത് കണ്ടാൽ ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നീ മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദാനം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം ഊനമുള്ളതായി തീരരുത്. തട്ടിക്കൂട്ട് പരിപാടികൾ വേണ്ട. ലോകത്തോട്ട് വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു ആത്മീയ ശുശ്രൂഷയും വേണ്ട. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും പണത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് നീ കാണിക്കുന്ന ആത്മീയ ജീവിതം അവസാനിപ്പിക്കുക. ഭക്തി എന്ന് പറയുന്നത് ഭയമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാനൊരു ദൈവഭക്തനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല അർത്ഥം, എനിക്ക് ദൈവത്തെ ഭയമുണ്ടെന്ന അർത്ഥം. സ്നേഹിത, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകണം. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് അണ്ടർലൈൻ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, സ്തോത്രം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് വേണം സമർപ്പിക്കുവാൻ. നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല. നിങ്ങളുടെ കരങ്ങളെ, കാലുകളെ, കണ്ണിനെ, നാവിനെ നിന്റെ ഇഷ്ടപ്രകാരം എടുത്ത് ഉപയോഗിക്കരുത്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. എനിക്കെന്താ പറയാൻ അറിയത്തില്ലയോ? എനിക്കെന്താ പ്രതികരിക്കാൻ അറിയില്ലയോ? എനിക്കെന്താ കൈക്ക് ശക്തിയില്ലേ? എനിക്കെന്താ ധനമില്ലേ, പണമില്ലേ? ഞാനും പ്രതികരിക്കും. അല്ല, നീ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് ഹിതകരമാവുന്ന നിലയിൽ ജീവിക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാ. ശൗലിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം. അവനോട് പറഞ്ഞത്, നീ നിനക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നിന്റെ ഇഷ്ടപ്രകാരമല്ല. പക്ഷേ ശൗൽ സ്വന്തം ഇഷ്ടപ്രകാരം, അതെന്താ, ഞാൻ യാഗമർപ്പിച്ചാൽ അവൻ അർപ്പിച്ചു. അവൻ്റെ ഒരു വലിയ പരാജയം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, ഇവിടെ പുളിപ്പിനെ കുറിച്ച് വായിച്ചു. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് മറ്റൊരു ഭാഗം എഴുതിയിരിക്കും. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക. ഞാനിങ്ങനെ ആ ഭാഗം പറഞ്ഞു പോകട്ടെ.
പുളിപ്പും കൊണ്ട് ആരും ദൈവത്തെ ആരാധിക്കാമെന്ന് കരുതരുത്. സ്തോത്രം. പുളിപ്പുള്ള ഒന്നും കൊണ്ടും ദൈവസന്നിധിയിൽ വരരുത്. എൻ്റെ ശരീരം പുളിപ്പുള്ളതാകരുത്, എൻ്റെ വാക്കുകൾ പുളിപ്പുള്ളതാകരുത്. ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് തൊട്ട് പുറകിലുള്ള ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ പുളിപ്പ് നിറഞ്ഞതും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ പുളിപ്പില്ലായ്മയും ആകരുത്. എൻ്റെ നോട്ടം പുളിപ്പുള്ളതാകരുത്, എൻ്റെ നടപ്പ് പുളിപ്പുള്ളതാകരുത്, ഞാൻ കൊടുക്കുന്ന കൂട്ടായ്മ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന പണം പുളിപ്പുള്ളതാകരുത്. എന്ന് പറഞ്ഞാൽ കീറിയതും പറഞ്ഞതും ആർക്കും വേണ്ടാത്തതും ഇന്ന് വന്ന് ചില്ലറ പൈസകളും അതൊന്നും ഇട്ട് കളയല്ലേ. മാന്യമായി കർത്താവിന് കൊടുക്കുവാൻ കഴിയണം, ശ്രേഷ്ഠമായി കൊടുക്കുവാൻ കഴിയണം. ഏറ്റവും ചെറുത് അല്ല, ഏറ്റവും വലുത് കർത്താവിന് കൊടുക്കുവാൻ കഴിയണം. അളവില്ലാതെ കൊടുക്കുവാനായിട്ട് കഴിയണം. അബ്രഹാം മരത്തിന്റെ ചുവട്ടിൽ 3 അപരിചിതരെ കടന്നു വന്നപ്പോൾ അളവില്ലാതെ അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവന് ദൈവം അളവില്ലാതെ മക്കളെ, തലമുറകളെ, ഭാവിയെ, ജാതിയെ ദൈവം അവകാശമായി കൊടുത്തു. ദൈവത്തിന് കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കണം. ഏറ്റവും ചെറുത്, ആർക്കും വേണ്ടാത്തത് അത് കൊടുക്കരുതേ. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പുളിപ്പുള്ളതാണത്. ദൈവസന്നിധിയിൽ അനേക സമയം പ്രാർത്ഥിക്കുവാൻ, വചനപ്രഘോഷണം അല്പമൊന്ന് നീണ്ടുപോയാൽ പിന്നെ ഇഷ്ടമല്ല, പ്രശ്നമാണ്, പ്രതികൂലമാണ്. അല്ല, അല്പനേരം കൂടെ വചനം കേൾക്കുവാൻ. ഊനമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ആ പഴയ പുളിപ്പുണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കരുത്. പിന്നെ ഇവിടെ വായിക്കുന്നത് സ്വച്ഛതയും അടങ്ങിയിരിക്കുക. സ്വച്ഛത, ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരിക്കുക, ദൈവസന്നിധിയിൽ അടങ്ങിയിരിക്കുക. ഇങ്ങും നോക്കണ്ട, ആരെയും നോക്കണ്ട. ഞാൻ ചെയ്യുന്നത് വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ചെയ്യുക. സത്യം, ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവത്തിന് പ്രവർത്തിക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് സത്യമുള്ളതായിരിക്കണം. സത്യമുള്ളതായിരിക്കണം. സത്യമല്ലാത്തതെല്ലാം ഊനമുള്ളതാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ ഒരു പുളിപ്പ്, അവന്റെ സ്വന്തം ചിന്താഗതിയിൽ അവൻ ആശ്രയിച്ച് അവൻ യാഗമർപ്പിച്ചു. ശമൂവേൽ വന്നിട്ട് പറഞ്ഞു, നീ അബദ്ധം സംഭവിച്ചിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു, നീ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാ സമൂഹത്തിൽ, അല്ല സഭയിൽ, ദൈവമക്കളുടെ ഭവനത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സ്നേഹിത സഹോദരങ്ങളെ, നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും മ്ലേച്ഛകരമായ പ്രവൃത്തിയാണെങ്കിൽ പ്രാരംഭഘട്ടങ്ങളിൽ ദൈവം മിണ്ടാതിരുന്നു എന്ന് വരാം. പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. മനുഷ്യരെയും സഭയെയും സമൂഹത്തെയും കളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ നിനക്ക് സാധിക്കയില്ല എന്ന് നീ മറന്നു പോകരുത്. സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഇടയാകണം. ഈ ലോകത്തെ മുഴുവനും കണ്ണു കെട്ടിവെക്കുവാൻ നമുക്ക് കഴിയാം. നമ്മൾ പറയുന്നതായിരിക്കും എല്ലാവരും വിശ്വസിക്കുക, പക്ഷേ ദൈവത്തെ അങ്ങനെ കണ്ണു കെട്ടിവെക്കാൻ കഴിയില്ല. അവൻ സത്യങ്ങൾ തിരിച്ചറിയുന്നവനാ, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാ. നാം എത്ര സത്യമോ എത്ര കള്ളമോ പറഞ്ഞാൽ അത് ദൈവത്തിന് അറിയാമെന്ന് മറന്നു പോകരുത്. ഊനമുള്ള വിവാഹ ജീവിതമാകരുത്, ഊനമുള്ള കുടുംബ ജീവിതമാകരുത്, ഊനമുള്ള ക്രിസ്തീയ ജീവിതമാകരുത്. എങ്ങനെയും ജീവിച്ചിട്ട് എന്തും ചെയ്തിട്ട് ഞായറാഴ്ച ആരാധന പങ്കെടുക്കാമെന്ന് കരുതരുത്. ജീവിതത്തിൽ ഊനം മാറ്റി വെക്കുക. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഊനത്തെ മാറ്റി വെക്കുമ്പോൾ ഊനമില്ലായ്മ അവിടെ വരും. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഹോ, നീ മാത്രമേ ഉള്ളൂ ദൈവ പൈതൽ, നീ മാത്രമേ ഉള്ളൂ വിശ്വസ്തൻ, നീ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നവൻ, ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നല്ലയോ എന്ന് പറഞ്ഞാൽ, സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അതിനൊരു ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകും. കർത്താവ് അതാണ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത്, എന്റെ നാമനിമിത്തം നിങ്ങൾ എങ്ങനെ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കേണ്ടി വന്നാലും, പഴിയേൽക്കേണ്ടി വന്നാലും, ഒറ്റപ്പെട്ടു പോകേണ്ടി വന്നാലും, സ്തോത്രം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ പോലും അസത്യത്തിലേക്ക്, ഊനത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വഴിത്തിരിഞ്ഞു പോകരുത്. യാഗമർപ്പിക്കുമ്പോൾ ഊനം അല്ലെങ്കിൽ പുളിപ്പ് അവിടെ പാടില്ല. മലക്കപർവ്വതത്തിൽ നാം അത് ചിന്തിച്ചു, ഊനം പാടില്ല. ലേവ്യാപുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുമ്പോൾ തീ വേണം, തീയൂടെ വേണം, തീയില്ലാത്ത യാഗമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടുകൂടെയുള്ള ഒരു ജീവിതം. ഊനമില്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കത്തിത്തീരുന്ന ഒരു അനുഭവമുള്ളതാ. വേദനാജനകമായിരിക്കും.
കണ്ണുനീരും ദുഃഖവും നിറഞ്ഞതായിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാട്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ തരുന്ന സമാധാനം. തീയുടെ അനുഭവത്തിലൂടെ പോയാലും അതിൻ്റെ മധ്യത്തിൽ ഒന്നാമത്തവനായി ഇറങ്ങി വരുന്ന ഒരു ദൈവം, അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമായിരിക്കും. ഊനമുള്ളത് മാറ്റിവെക്കുക. ശൗലിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പരാജയം. 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 1 ശമൂവേൽ 15:9 അവിടെ വായിക്കുന്നത്, എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയൊക്കെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും നിർമൂലമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു യുദ്ധം ചെയ്തിട്ട് വരിക. അമാലേക്കുമായിട്ട് വലിയൊരു യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ദൈവം വെളിപ്പെടുത്തി, ശൗലേ, അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്ത് നീ വിജയിക്കും, പക്ഷേ സകലതിനെ നീ നശിപ്പിക്കണം. അത് മനുഷ്യരാകട്ടെ, മൃഗമാകട്ടെ, ജീവജന്തുക്കളാകട്ടെ, എന്തുമാകട്ടെ, മുഴുവനെ നീ നശിപ്പിക്കണം. നീ നിന്റെ പട്ടാളക്കാരുമായിട്ട് മാത്രമേ തിരിച്ചു വരാവൂ, മുഴുവൻ നശിപ്പിച്ചേക്കണം. പക്ഷെ അവിടെ ശൗല് ചെയ്തത് നിങ്ങൾ നോക്കുക. ആഗാഗിനെ, അവിടുത്തെ രാജാവിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിലുള്ള കുഞ്ഞാടുകൾ മേത്രമായതിനെ ശേഷിപ്പിച്ചു. പിന്നീട് ചോദിക്കുമ്പോൾ പറയുന്നു, അത് നമുക്ക് ഉപകാരപ്പെടും, ദൈവത്തിന് കൊടുക്കാമല്ലോ, പല ഉപകാരങ്ങളുണ്ട്. ശേഷിപ്പിച്ചു. 1, അർഹമല്ലാത്ത യാഗം. 2, അർഹമല്ലാത്ത സെലക്ഷൻ, തീരുമാനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്. ഒന്നിനെ കുറിച്ച് നാം കണ്ടു, ജീവിതത്തിൽ അർഹമല്ലാത്തൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്ന് അർഹമല്ലാത്തൊരു യാഗമർപ്പിച്ച് ദൈവസന്നിധിയിൽ നീ പരാജയപ്പെട്ടവനായി, തകർന്നവനായി പോയി. 2, ഇവിടെ അർഹമല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു തീരുമാനം. ഇതിനെ നമുക്ക് എടുക്കാം. ഇത് ഏറ്റവും മേത്രമായതാണ്, ഏറ്റവും മേത്രമായ മൃഗജീവജാലങ്ങളാണ്, അതിനെ കൊല്ലണ്ട. ദൈവമക്കളെ, ഞാനിങ്ങനെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ പലതും മേത്തരമായതാ. ഈ ലോകത്തിലെ പലതും 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 നിങ്ങളുടെ കണ്ണിൽ മേത്തരമായതായിരിക്കാം. ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി മേത്തരമായതായിരിക്കാം. പക്ഷെ ദൈവഹിതമാണോ എന്ന് മാത്രം നീ അന്വേഷിച്ചാൽ മതി. ഈ ലോകത്തിലെ ധനങ്ങൾ മേത്തരമായതായിരിക്കാം. ഈ ലോകത്തിലെ സൗന്ദര്യം മേത്തരമായതായിരിക്കാം. ഈ ലോകത്തിലെ കുറുക്കുവിദ്യകൾ, ഈ ലോകത്തിലെ നേട്ടം, സമ്പാദ്യം, സ്വത്ത്, ബാങ്ക് ബാലൻസ്, നേട്ടങ്ങൾ, ഇതെല്ലാം മേത്തരമായതായിരിക്കാം. പക്ഷെ ദൈവം മേത്തരമായതല്ല അന്വേഷിക്കുന്നത്. ദൈവം എന്താ പറഞ്ഞത് അത് ചെയ്യുന്നവനെ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ മേത്തരമായതിന്റെ പുറകിൽ പോകുന്നെങ്കിൽ അതിനേക്കാൾ മേത്തരമായത് തരുവാൻ കഴിവുള്ള കർത്താവിനെ നീ മാറ്റിവെക്കുകയാണെന്ന് നീ മറന്നു പോകരുത്. ഈ ലോകത്തിലെ മേത്തരമായതാണ് നിനക്ക് ആവശ്യമെങ്കിൽ പൊയ്ക്കൊള്ളുക, ആ വഴി നീ നശിക്കും, അത് മറന്നു പോകരുത്. എന്നാൽ ഈ ലോകത്തിലെ മേത്തരമായതിനേക്കാൾ ഏറ്റവും മേത്തരമായതിനെ തരുവാൻ കഴിവുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം. ഇസ്രായേൽ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ വിശന്നു, ദാഹിച്ചു. പാറയിൽ നിന്ന് വെള്ളം കൊടുത്തവൻ, കയ്പ് വെള്ളത്തെ മധുരമാക്കി കൊടുത്തവൻ, വീണ്ടും പാറയിൽ നിന്ന് വെള്ളം കൊടുത്തവൻ, ശക്തിമാന്മാരുടെ ഭക്ഷണം കൊടുത്ത ദൈവം, അവിടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത ദൈവം, കാടപ്പക്ഷിയെ മരുഭൂമിയിൽ കൊടുത്ത ദൈവം. സ്നേഹിത, ഏറ്റവും മേത്തരമായത് തരുവാൻ കർത്താവായ യേശു ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ കൂട്ടുകാരുടെ, ജഡത്തിന്റെ, പിശാചിന്റെ, പണത്തിന്റെ മേത്തരമായ അവസ്ഥയിലേക്ക് നീ കടന്നു പോകരുത്. തള്ളിക്കളയേണ്ടതിനെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയണം. മാറ്റിവെക്കേണ്ടതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. അതെത്ര വലുതാണെങ്കിലും, അതെത്ര ശ്രേഷ്ഠമാണെങ്കിലും ദൈവസന്നിധിയിൽ മാറ്റിവെക്കണം. ഞാനൊരു ആശയം പറയട്ടെ. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ഇനി ആര് തടസ്സം നിന്നാൽ അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞേക്കണം. സ്തോത്രം. അപ്പോഴാ മക്കൾ വരുന്നത്, ഇന്ന കാര്യം അവരോട് പറയണം, പുറത്ത് നിൽക്കാൻ, ഞാൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നീ ഇങ്ങോട്ട് വരരുത്. പ്രാർത്ഥിക്കുമ്പോഴാ ഭവനത്തിൽ ഒരാൾ വരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിട്ടേ വരുന്നുള്ളൂ. പ്രാർത്ഥന കളഞ്ഞിട്ട് നീ ആ വഴി പോകരുത്. ഇന്ന് ഒരു യോഗമുണ്ട്, പ്രാർത്ഥനയുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതല്ല യോഗത്തിലെ മറ്റൊന്നും. അതിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു വന്നിട്ട് ബൈബിൾ വായിക്കാം. അല്ല, എഴുന്നേറ്റിരുന്ന് വചനമെടുത്ത് ബൈബിളെടുത്ത് വായിച്ച് ധ്യാനിച്ചിട്ട് ആ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനിടയാകണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൈവവചനം ഒന്ന് ധ്യാനിച്ച്, അത് കുടുംബ പ്രാർത്ഥനയല്ല,
അല്ലാതെ പേഴ്സണലായിട്ടൊന്ന് ധ്യാനിച്ച് സ്വയം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കട്ടിലിൽ കിടക്കാനിടയാകണം. മേത്തരമായത് അതാ. ജനത്തെ കാണിച്ചു കൊടുക്കുന്ന മേത്തരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ ലോകത്തിന്റെ മേത്തരമായതല്ല. ലോകം പറയും അവൻ എത്ര നല്ലവനാ, അവൾ എത്ര നല്ലവനാ, അവൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങളെ സഹായിച്ചു. മേത്തരമാണ്. പക്ഷെ ദൈവം നോക്കുന്നത് ആ മേത്തരമായ അനുഭവമല്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നീ ജീവിക്കുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന മേത്തരമായ സ്ഥിതി അതാണ്. ശൗലിന്റെ വലിയ ഒരു പരാജയം. ശൗല് പിന്നീട് നാം വായിക്കുന്നത് ശൗലിനെ രാജസ്ഥാനത്തു നിന്ന് ദൈവം മാറ്റി. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ശൗലിനെ, യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായിട്ട് പറയാണ്, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതെങ്കിൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നെയും അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ദൈവം പറയാണ്, നീ പോണം, മറ്റൊരു പയ്യനെ, ഒരു ബാലനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ശൗലിനെ ഞാൻ കളയാ. പ്രിയപ്പെട്ടവരെ, ശൗലിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ. ശൗലേ, എല്ലാ നിലയിലും ഉന്നതമായ സ്ഥാനം നിനക്ക് അലങ്കരിക്കാമായിരുന്നു. എല്ലാ നിലയിലും ശ്രേഷ്ഠമായൊരു പദവിയിലേക്ക് നിനക്കെത്താമായിരുന്നു. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു രാജ പദവിയിലേക്ക് നിനക്ക് വരാമായിരുന്നു. ഇസ്രായേൽ ഇന്നും മറന്നുപോകാത്ത ഉന്നതമായ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്ന രാജാവായിട്ട് നിനക്ക് മാറാമായിരുന്നു. ദൈവം ശക്തമായി നിന്നെ ഉപയോഗിക്കുമായിരുന്നു. ദൈവം നിന്നെ ശക്തമായി അനുഗ്രഹിക്കുമായിരുന്നു. പക്ഷേ നിന്റെ അർഹമല്ലാത്തൊരു യാഗം, അർഹമല്ലാത്തൊരു തീരുമാനം നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. സ്നേഹിത, ഒരു ജീവിതം മുഴുവനും നല്ലത് ചെയ്തിട്ട് ഒരു തെറ്റ് മതി, ഒരു പാപം മതി, അർഹമല്ലാത്ത ഒരു കാര്യം മതി, ദൈവം നിന്നെ താഴെയിട്ട് കളയും. അത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും കർത്താവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്, സുഹൃത്തുക്കളോട്, സ്നേഹിതരോട്, ചാർച്ചക്കാരോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ആരോടെങ്കിലും എൻ്റെ വാക്ക് ദുഃഖമായി തീർന്നെങ്കിൽ ഉടനെ അത് പരിഹരിക്കുവാൻ കഴിയണം, ഉടനെ അത് മാറ്റുവാൻ കഴിയണം, ഉടനെ അത് പരിഹരിക്കുവാൻ കഴിയണം. കാരണം മേത്തരമായൊരു ജീവിതം, മേത്തരമായൊരു രഹസ്യ ജീവിതം, മേത്തരമായൊരു ക്രിസ്തീയ ജീവിതം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് താല്പര്യമുണ്ടോ? ഇവിടെ ശൗലിനെ കുറിച്ച് പിന്നീട് നാം വായിക്കുന്നത്, അവനിൽ ദുരാത്മാവ് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് അവനിൽ നിന്നും നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഒരു കുട്ടി തെറ്റ് ചെയ്തു. അതിനറിയാം, അതിൻ്റെ പിതാവ് അതിനെ തല്ലും, മാതാവ് അതിനെ തല്ലും. നല്ലൊരു തെറ്റാണ് ചെയ്തത്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വളരെ വേദനയോടെ ആ കുട്ടി മുറ്റത്തിരിക്കുന്നു. മാതാവും പിതാവും വളരെ ചോദിച്ചു, എന്താണ്? ഒടുവിൽ ആ മകൻ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അപ്പാ, ഞാൻ ഒരു തെറ്റ് ചെയ്തു. അപ്പൻ എന്നെ തല്ലുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അപ്പനോട് പറയാണ്, ഞാൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് അല്പം പണം ഞാൻ മോഷ്ടിച്ചു. എല്ലാ കുട്ടികളും പണം കൊണ്ടുവന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തു. എന്നോട് ക്ഷമിക്കണം. ആ പിതാവ് അല്പ പണം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ആകുലതയിലാണ് അവിടെ ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ആ പണം ആവശ്യമായിരുന്നു. അതില്ലാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ട് നേരിട്ട് വളരെ ചിന്തയോടുകൂടിയാണ് പിതാവ് അവിടെ കടന്നു വന്നത്. അത് കേട്ടപ്പോൾ പിതാവ് വളരെ ദേഷ്യമുള്ളവനായി ഓടിച്ചെന്ന് ഒരു വടിയെടുത്തുകൊണ്ട് അവനെ തലങ്ങും വിലങ്ങും ആ പയ്യനെ അടിച്ചു. അമ്മ വന്ന് വട്ടം പിടിച്ചെങ്കിലും ആ മകനിങ്ങനെ പറഞ്ഞു, അമ്മ മാറ്, ഞാനിത് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ്. അപ്പൻ അടിക്കട്ടെ, അപ്പന് ദേഷ്യം തീരുന്നത് വരെ അപ്പൻ അടിക്കട്ടെ, ഞാനൊരു തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വടി താഴെ വീണു. ആ പിതാവ് ആ മകനെ കോരിയെടുത്തു. അവൻ്റെ മുഖത്ത് കുറേ ചുംബനം നൽകിയിട്ട് പറഞ്ഞു, മോനെ, ഞാൻ അടിച്ചത് എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല. നീ ഇനി മേലിൽ തെറ്റ് ചെയ്യരുത്. ഈ അടിയുടെ വേദന നീ ജീവിതത്തിൻ്റെ മരണം വരെ നീ മറന്നു പോകരുത്. പക്ഷെ എനിക്ക് മനസ്സിലായി, നീ ചെയ്തത് തെറ്റാണെന്നും നീ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും നിനക്ക് ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മോനെ, ഇനി നീ പാപം ചെയ്യരുത്. സ്നേഹിത, നമ്മുടെ തെറ്റുകൾക്ക് ദൈവം നമ്മെ ന്യായം വിധിക്കും, ശിക്ഷ വിധിക്കും. ആ ശിക്ഷ വിധിക്കുന്നത് ഞാനും നിങ്ങളും നശിച്ചു പോകാനല്ല, ഇനിമേലിൽ പാപം ചെയ്യരുത്, അതിനു വേണ്ടിയാ. ജീവിതത്തിൽ കുറ്റങ്ങൾ വരും, തെറ്റുകൾ വരും. റിപ്പീറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത്. ഒരിക്കൽ വന്നുപോയ തെറ്റ് അവിടെ അവസാനിപ്പിക്കുക. ഇനി അത് ആവർത്തിക്കരുത്. കാരണം രണ്ടാമത്തെ തവണ ദൈവം ക്ഷമിച്ചു എന്ന് വരികയില്ല. അനവധിയായ ന്യായവിധിയുമായി നമ്മുടെ പൂർണ്ണനാശവുമായി ഒരു പക്ഷേ വന്നു എന്ന് വരാം. സ്നേഹിത, നീ ദൈവഹിതത്തിന് സമർപ്പിക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്നെ ഭരിക്കുന്നത് ദൈവാത്മാവായിരിക്കില്ല,
പിശാചിൻ്റെ ആത്മാവായിരിക്കും, ദുരാത്മാവായിരിക്കും. ശൗൽ വളരെ മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു എന്ന് നാം പിന്നീട് വായിക്കുന്നു. ശൗലിൻ്റെ ജീവിതം ഒരു വലിയ പരാജയമായി അവസാനിച്ചു. ശ്രേഷ്ഠമേറിയവനായിരുന്നു, സുന്ദരനായിരുന്നു, കോമളനായിരുന്നു, ധനാട്ടിനായിരുന്നു, എല്ലാ നിലയിലും ഉന്നതമായ സ്ഥാനമുള്ളവനായിരുന്നു. പക്ഷേ പരാജയപ്പെട്ടു പോയി. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സകല അധികാര അവകാശ പദവിയോടുകൂടെ നിൽക്കുമ്പോൾ സ്നേഹിത, പരാജയപ്പെട്ടു പോകരുത്. മേത്തരമായതിൻ്റെ പുറകിൽ പോകുക, ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യുക. ഊനമുള്ളതിനെ ജീവിതത്തിൽ കൊണ്ടുവരരുത്. അനർഹമായ തീരുമാനങ്ങളും അർഹമല്ലാത്ത ഇഷ്ടങ്ങളും അർഹമല്ലാത്ത തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ ഭവനത്തിൽ, നിന്റെ മൊബൈലിൽ, നിന്റെ കമ്പ്യൂട്ടറിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, ബെഡ്റൂമിൽ അർഹമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ഇറ്റ്, എടുത്തു കളയുക. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഹിതപ്രകാരമുള്ളത് മാത്രം, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം. ദൈവം സഹായിക്കട്ടെ. എന്താ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് സകല മാനവവർഗത്തിൻ്റെയും പാപത്തെ തൻ്റെ ചങ്കിലേറ്റെടുത്ത് തൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഒഴുക്കി തന്ന ആ പുണ്യ അനുഗ്രഹീതനായ ശ്രേഷ്ഠനായ മഹാനായ രാജാതിരാജാവും കർത്താവുമായ ശ്രേഷ്ഠ മന്ത്രിയായ ഏക സത്യ ദൈവമായ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ രക്തം നിങ്ങളുടെ ജീവിതത്തിലെ സകല പാപങ്ങളും കഴുകി വെടിപ്പാക്കപ്പെടുവാൻ നിങ്ങൾക്കിടയായാൽ അതാണ് ഏറ്റവും മേത്തരമായ ഒരു പ്രവൃത്തി. സ്നേഹിത, കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും രാജാതിരാജാവും കർത്താവുമായി ജീവിക്കുകയും ഇനി വേഗം മടങ്ങി വന്ന് തന്റെ ജനത്തെ ചേർക്കുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ, താങ്കളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ, സകല ഊനങ്ങളും സകല അരുതാത്തതും അനർഹമായ പ്രവൃത്തികളും രഹസ്യ പാപങ്ങളും തെറ്റുകളും കുറവുകളും ദൈവഹിതമല്ലാത്തതും കള്ളത്തരങ്ങളും മ്ലേച്ഛതകളും മാറ്റിവെച്ച് ഈ യേശു ക്രിസ്തുവിനെ താങ്കളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, രക്ഷിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ, വീണ്ടെടുക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ, നിങ്ങളുടെ പേരും ആ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ, സ്നേഹിത സഹോദരി കുഞ്ഞുങ്ങളെ, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. എൻ്റെ സകല തെറ്റുകളും അവിടുന്ന് ക്ഷമിക്കണം. അങ്ങയുടെ രക്തത്താൽ അത് കഴുകി വെടിപ്പാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, കർത്താവേ, അങ്ങേ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ പേരും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സ്തോത്രം. സ്നേഹിത, ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ മാനസാന്തരപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകും. കർത്താവ് പറഞ്ഞു, പോക, ഇനി നീ പാപം ചെയ്യരുത്. ശൗലിൻ്റെ തകർക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവാനിടയാകാതിരിക്കട്ടെ. ദാവീദിന്റെ ജീവിതത്തിന്റെ ആ ഉയർച്ച നിങ്ങൾ മനസ്സിലാക്കി ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ ഞങ്ങൾ കൃപ തന്നതിന് നന്ദി കർത്താവേ. ശൗലിന്റെ ജീവിതത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്താണ് ക്രിസ്തീയ ജീവിതം, എന്താണ് വിശ്വസ്തയോടുള്ള ജീവിതം, എന്താണ് ഊനമില്ലാത്ത ജീവിതമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. അങ്ങനെ തന്നെ ഞങ്ങളെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ വചനം കേട്ട ആരെങ്കിലും ഊനമുള്ള ജീവിതം നയിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് വചനം ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അവർ അംഗീകരിച്ച് പുതുക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാകണമേ കർത്താവേ. അവർ ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കണമേ. അവരുടെ ജീവിതത്തോട് ദൈവം പ്രവർത്തിക്കണം. അനേകർക്ക് മാനസാന്തരത്തിന് കാരണമാക്കി തീർക്കണം. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ഈ വചനം കേട്ട് കർത്താവരുടെ ജീവിതത്തിലെ ഊനങ്ങളെയും കുറവുകളെയും എല്ലാം മാറ്റിവെച്ച് വീണ്ടും വിശ്വസ്തയോടെ, ഏറ്റുപറച്ചിലോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ മാനസാന്തരത്തോടെ മടങ്ങി വരുവാൻ അവിടെ നിടയാകണം. തന്ന നല്ല സന്ദർഭത്തിന് സ്തോത്രം. അവിടുത്തെ വിലയേറിയ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. വീണ്ടും വരും അവിടുത്തെ കൃപയിൽ പൊതിയണം. തന്നെല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് വീണ്ടും വന്ന് ഞങ്ങളെ ചേർക്കുമെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ടല്ലോ. ആ പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ പ്രത്യാശയോടും നന്ദിയോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങളായിരിക്കട്ടെ. തന്നെല്ലാ നന്മകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും
ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് കൂട്ടായ്മയും സഹാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, സ്തോത്രം.